ശ്ലോകം 7. വിലോലപിഞ്ചം ചിഗുരേ കപോലയോ. അങ്ങനെ പോകുന്നതായ സമയത്ത് ദൂരത്തു നിന്ന് തന്നെ അവർക്ക് ആ ഉണ്ണിയെ കാണാം. അവരുടെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉണ്ണി എപ്പോഴും മയിൽപ്പീലി തലയിൽ വയ്ക്കും. വിലോലപിഞ്ചം, ആ മയിൽപ്പീലി കാറ്റത്തിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിഗുരേ, തലമുടിയിൽ വെച്ചിട്ടുള്ളതായ ആ മയിൽപ്പീലി ആടിക്കൊണ്ടിരിക്കുന്നു. കപോലയോഹോ സമുല്ലസൽകുണ്ടലം, ആ 2 കുണ്ടലങ്ങൾ അമ്മ അണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രകാശം ആ കവിൾത്തടത്തിൽ നന്നായിട്ട് കാണാൻ സാധിക്കുന്നു. ആർദ്രമീക്ഷിതേ, ആ നോട്ടത്തിൽ എന്തെന്നില്ലാത്ത ഒരു കരുണാരസം അവർക്ക് കാണാൻ സാധിച്ചു. നിധായ ബാഹും സുഹൃതം സസീമനി, തൻ്റെ കയ്യിനെ അടുത്തു നിൽക്കുന്നതായ കൂട്ടുകാരൻ്റെ ചുമലിൽ വെച്ചുകൊണ്ട്, എന്തുകൊണ്ട് നിൽക്കാൻ വയ്യാതായി, വിശന്നു എന്ന് കാണിക്കുകയാണ്. തനിക്ക് വിശന്നു, തന്നെ എൻ്റെ 2 കാല് കൊണ്ട് നിൽക്കാൻ വയ്യ. അങ്ങനെ സുഹൃത്തിൻ്റെ ആ തോളത്ത് കൈവച്ചുകൊണ്ട് സ്ഥിതം ഭവന്തം സമലോകയന്തതാഹ, ഹേ ഗുരുവായൂരപ്പ, അങ്ങനെ നിൽക്കുന്ന ഭഗവാനെ അവർ കണ്ടു. മനോഹരനായ ഉണ്ണിയെ വേറൊരു വിധത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. ആ തലമുടിയിൽ ആ മയിൽപ്പീലി കുത്തിയിരിക്കുന്നു, അത് കാറ്റത്ത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. കർണങ്ങളിൽ മനോഹരങ്ങളായ രത്നം പതിച്ച കുണ്ടലം ധരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശോഭ ആ കവിളത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ക്ഷീണിച്ചിട്ടാണോ എന്ന് തോന്നുമാറ്, ഭഗവാന് ക്ഷീണമുണ്ടോ? ഇല്ല. പക്ഷേ ക്ഷീണിച്ചിട്ടാണ് എന്ന് തോന്നുമാറ് തൻ്റെ കയ്യെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തിൻ്റെ തോളിൽ സുഹൃത് ഹംസസീമനി വെച്ചുകൊണ്ട് ആ നിൽക്കുന്ന ഭഗവാനെ അവർ കണ്ടു. ശ്ലോകം 8. തദാജകാജിൽ ത്വതുഭാഗമോദ്യത, ഇനി അവർ ഭഗവാന്റെ അടുത്ത് നിൽക്കട്ടെ, ഭഗവാനോട് സംസാരിച്ച് നിൽക്കട്ടെ, നമുക്ക് വീണ്ടും യാഗശാലയിലേക്ക് വരാം. അതാണ് 8ാമത്തെ ശ്ലോകം. യാഗശാലയിൽ നടക്കുന്നതാണ്. കാച്ചിൽ, ഒരു ബ്രാഹ്മണി, ത്വതുഭാഗമോദ്യത, ഭഗവാന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി, ഭഗവാന് ചോറും മറ്റും എടുക്കാൻ വേണ്ടി പാത്രങ്ങളൊക്കെ തിരഞ്ഞു. അത് എടുത്ത് ചോറൊക്കെ ആക്കി വരുമ്പോഴേക്ക് ഇവരൊക്കെ പോയി. ത്വതുഭാഗമോദ്യത, അങ്ങനെ അടുത്ത് വരാൻ വേണ്ടി പരിശ്രമിച്ചു. ഇത് ഭർത്താവ് കണ്ടു. ഇവരൊറ്റയ്ക്കായി, മറ്റവരൊക്കെ പോയി. ഗൃഹീതഹസ്ത ദൈതേന യജ്വന, യാഗം ചെയ്യുന്ന ആ ഭർത്താവ് വന്ന് കയ്യിൽ മുറുക്ക പിടിച്ചു. മറ്റേ തട്ടിപ്പോണ കണ്ടു. ഇനി തട്ടിപ്പോയി നോക്കട്ടെ, മുറുക്ക കയറി പിടിച്ചു. പോട്ട മുറി കൊണ്ട് പൂട്ടി. ഇനി എങ്ങനെ പോവാ നോക്കട്ടെ. ആ ബ്രാഹ്മണി തദൈവ സഞ്ചിന്യ ഭവന്തം, അവിടുന്ന് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു. ഭഗവാനെ, എത്ര കാലമായി അങ്ങയെ കാണണമെന്ന് ആഗ്രഹിച്ച് അങ്ങ് തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. എൻ്റെ കൂട്ടുകാരികളെല്ലാവരും പോയി, എനിക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ആ ചിന്ത. തദൈവ സഞ്ചിന്യ ഭവന്തം, ആ ചിന്തയിൽ അവൾ എന്തെല്ലാം പുണ്യങ്ങൾ ചെയ്തുവോ ആ പുണ്യങ്ങളെല്ലാം നശിച്ചു. പരിശുദ്ധയായിട്ടുള്ള ബ്രാഹ്മണിയാണ്, അവളുടെ എല്ലാ പുണ്യങ്ങളും നശിച്ചു. ബ്രാഹ്മണിയുടെ ഈ ചിന്ത കൊണ്ട് മനസ്സിൽ ദുഃഖമുണ്ടായി. ആ ദുഃഖത്തിൽ എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ അത് നശിച്ചു. പിന്നെയോ മനസ്സുകൊണ്ട് അങ്ങോട്ട് ചിന്തിച്ചു, ഉണ്ണിയെ കണ്ടിട്ടില്ല. ഏകദേശം 10 വയസ്സായ ഒരു ഉണ്ണിയെ മനസ്സിലങ്ങോട്ട് സങ്കല്പിച്ചു. ആ ഉണ്ണിയെ ആലിംഗനം ചെയ്തതായി ഭാവിച്ചു.
അങ്ങനെ പുണ്യവും നശിച്ചു. പാപങ്ങളും നശിച്ചു, പുണ്യവും നശിച്ചു. പാപം നശിച്ചത് ഉത്കടമായ ദുഃഖം. എല്ലാ കൂട്ടുകാരികളും പോയി, എനിക്ക് പോകാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖത്തിൽ പാപങ്ങൾ നശിച്ചു. ഭഗവാന്റെ മനോഹര രൂപത്തിനെ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. ആ രൂപത്തിനെ അങ്ങ് ആലിംഗനം ചെയ്തു. അതിൽ പുണ്യവും നശിച്ചു. പുണ്യവും പാപവും രണ്ട് നശിച്ചാൽ മോക്ഷമായി. വാസനാപ്രക്ഷയോ മോക്ഷ. ഉടനെ ചത്തു വീണു, താഴത്ത് വീണു. തദൈവ സഞ്ചിന്യ ഭവന്തമഞ്ജസ വിവേശ കൈവല്യം. കൈവല്യം കേവലസ്യ ഭാവം, അതാണ് കൈവല്യം. താൻ മാത്രമേ ഉള്ളൂ, അതായത് ഭഗവാനുമായി ഐക്യം പ്രാപിച്ചു. സർവവ്യാപിയായിരിക്കുന്ന ആ ഭഗവാനിൽ അവളുടെ ജീവാത്മാവ് പോയി ലയിച്ചു. ഭഗവാൻ പരമാത്മാവ്, ജീവാത്മാവായ അവൾ പരമാത്മാവിൽ പോയി ലയിച്ചു. വിവേശ കൈവല്യം, അങ്ങനെ കൈവല്യത്തെ പ്രാപിച്ചു. കൃതിന്യസൗ, ഇവള് കൃതിനി, ഭാഗ്യം ചെയ്തവളാണ്, നല്ല ഭാഗ്യം ചെയ്തവളാണ്, യാതൊരു സംശയമില്ല. ഇതാണ് സദ്യോമുക്തി എന്ന് പറയും. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്രമമുക്തി, സദ്യോമുക്തി. സദ്യോമുക്തി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പുണ്യപാപങ്ങൾ രണ്ടും നശിക്കണം, അത് അത്ര എളുപ്പമല്ല. പക്ഷേ ഭഗവത് ചിന്തയോടുകൂടി നല്ല മനുഷ്യരായിട്ട് ജീവിച്ചാൽ ക്രമമുക്തിക്ക് അർഹരാണ്. നമ്മളൊക്കെ ക്രമമുക്തിക്ക് അർഹരാണ്. വലിയ പുണ്യപാപങ്ങളൊന്നുമില്ലാതെ കണ്ടിരുന്നാൽ മരിക്കുന്ന സമയത്ത് അതിനാണ് അഗ്നിയിൽ, നമ്മൾ അഗ്നിയിൽ വയ്ക്കുന്നതിൻ്റെ കാര്യം അതാണ്. അഗ്നിദേവനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അഗ്നിദേവൻ കൊണ്ടുപോയി സൂര്യനിലേക്ക് പോകുന്നു. അങ്ങനെ 11 ദേവതമാരിലൂടെ ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവിൻ്റെ കൂടെ ഭഗവാനിലും എത്തും. അനേകം കോടി വർഷങ്ങൾ ഓരോ ലോകത്തിലും സുഖമായി കഴിയണം. ഇതാണ് ക്രമമുക്തി. സദ്യോമുക്തി അതല്ല. സദ്യോമുക്തി അപ്പോഴേക്കപ്പോഴേ അവിടെ വെച്ച് തന്നെ. അതിനെന്ത് വേണം? ആഗ്രഹങ്ങളെല്ലാം പോകണം. ഒരാഗ്രഹവും ഉണ്ടാവാൻ പാടില്ല, വാസനകളുണ്ടാവാൻ പാടില്ല. അതാണ് പുണ്യപാപങ്ങൾ രണ്ടും നശിച്ചു. അപ്പോൾ കാരണശരീരം നശിച്ചു. കാരണശരീരം നശിച്ച് സൂക്ഷ്മ ശരീരം മാത്രമായി. സ്ഥൂല ശരീരത്തിനെ അവൾ ബോധപൂർവം വെടിയാണ്. അതാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ സ്ഥൂല ശരീരം പോയി സൂക്ഷ്മ ശരീരം പുറത്തേക്ക് ഇറങ്ങും. അതിൽ 17 ഘടകങ്ങളാണ്. ആ 17 ഘടകങ്ങൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായ ആ സൂക്ഷ്മങ്ങളായ വായുക്കളിലേക്ക് അങ്ങ് പോവുകയാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അതിലേക്ക് പോയി ലയിക്കുകയാണ്. ഈ 17 ഘടകങ്ങൾ ഈ 5 എണ്ണത്തിൽ പോയി ലയിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളതാണ് മഹത്വത്വം, അഹങ്കാരം, മഹത്വത്വം, പ്രകൃതി. 8 എണ്ണമാണ്. 8 എണ്ണത്തിൽ ആദ്യം 5 എണ്ണത്തിൽ ലയിക്കേണ്ടത് ലയിച്ചു. ബാക്കിയുള്ള അഹങ്കാരത്തിൽ മനസ്സ് ലയിക്കണു. മഹത്തത്വത്തിൽ ബുദ്ധി ലയിക്കണു. എല്ലാം കൂടി പോയി പ്രകൃതിയിൽ ലയിക്കണം. ഇതാണ് സദ്യോമുക്തി. ആ സദ്യോമുക്തിയാണ് അവിടെ നേടിയത്. അതാണ് കൃതിന്യസൗ. അസൗ കൃതിനി. ഇവൾ ഏറ്റവും ഭാഗ്യം ചെയ്തവളാണ് എന്ന് മേൽപ്പത്തൂർ പറയാൻ കാരണം അതാണ്.